ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു തൈര് ശാദമാണ്. കുറച്ച് ചോറും തൈരും ഉണ്ടെങ്കിൽ തൈര് ശാദമായി. അതും ഈ ചൂടുകാലത്ത് നമുക്ക് തൈര് ശാദം വളരെ നല്ലതാണ് കഴിച്ചാൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു കപ്പ് തൈരാണ് എടുത്തു വെച്ചത്. പിന്നെ നമ്മൾ വറുത്തിടാൻ വേണ്ടിയിട്ട് ഇവിടെ 2 വറ്റൽമുളകും പിന്നെ ഒരു സ്പൂൺ ജീരകം, 1 സ്പൂൺ കടുക്, 1 സ്പൂൺ ഉഴുന്നും പരിപ്പും എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഫ്രഷ് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ 1.5 കപ്പ് ചോറാണ് എടുത്തത്. ഈ ചോറ് ഏത് ചോറ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. നമ്മളുണ്ടാക്കണേ കുറച്ച് നന്നായിട്ട് വേവിക്കണതേ ഉള്ളൂ. വേവിച്ചതിന് ശേഷം ചൂടോടെ തന്നെ ആ ചോറ് ആദ്യം ഒന്ന് നല്ലോണം കുഴയ്ക്കണം. കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റുകയാണെങ്കിൽ കൈ കൊണ്ട് കുഴച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇവിടെ ഒരു സ്പൂൺ വെച്ചാണ് കുഴച്ചത്. നല്ലോണം ഉടയ്ക്കണം ആദ്യം തന്നെ. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുകയെന്ന് പറയും, തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഉടയാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ ആദ്യം ഈ ചോറിനെ നന്നായിട്ട് ഒരു കയ്യിൽ വെച്ചോ സ്പൂൺ വെച്ചോ കൈ വെച്ചോ നല്ലോണം ഉടയ്ക്കണം. ഉടയ്ക്കുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആവശ്യമുള്ള ഉപ്പും അതിൽ ചേർക്കുക കേട്ടോ. ഈ തൈര് ഒഴിക്കും അതിനും കൂടിയുള്ള ഉപ്പും കൂടി ചേർക്കണം. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ നല്ലോണം ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചോറ് നല്ലോണം ഉടച്ച് നല്ല കട്ടയാക്കണം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതേപോലെ നല്ല കട്ടയാക്കണം. അപ്പോൾ ആദ്യം നന്നായിട്ട് നമുക്ക് ചോറ് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോറ് നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇതേപോലെ കണ്ടോ. അപ്പോൾ എത്ര പറ്റണോ അത്രയും നന്നായിട്ട് ഉടയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തൈരുണ്ടല്ലോ, തൈരിനെയും കൂടി ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നല്ലോണം ഉടയ്ക്കണം. തൈര് അധികം പുളി പാടില്ല കേട്ടോ. നല്ല കട്ട തൈരാണ് ഞാനെടുത്തത്. നമ്മൾ തൈര് ഒഴിച്ചത് സെറ്റാവില്ലേ, അപ്പം തന്നെ ഉണ്ടാക്കിയ നല്ല സ്വാദാണ്. അപ്പോൾ നമ്മുടെ തൈരും നമ്മൾ ഉടച്ചു വെച്ചു. ഇനി പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഒരു 2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തു. അത് ഏത് വേണമെങ്കിൽ ഓയിലാവാട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ നല്ല സ്വാദാണ്. റീഫൈൻഡ് ഓയിലും കുഴപ്പമില്ല. 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. പിന്നെ ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുത്തു. ഉഴുന്നും പരിപ്പ് മൂത്തപ്പോൾ ജീരകം ഇട്ട് കൊടുത്തു. പിന്നെ കടുകും ഇട്ട് കൊടുത്തു. അതെല്ലാം നല്ലോണം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ് കറിവേപ്പില ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ കറിവേപ്പില നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ചുഴറ്റിയിട്ട് വേഗം അത് ചോറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വറവ് ചോറിലേക്ക് ആദ്യം ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് ചെറുതായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഉടച്ച് വെച്ച് തൈരുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തൈര് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. പതുക്കെ നന്നായിട്ട് അടിയിൽ നിന്ന് തന്നെ ചോറ് നല്ലതായിട്ട് അടിയിൽ നിന്ന് തന്നെ ഇളക്കി നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. ആ മിക്സിങ് ആണ് അതിൻ്റെ സ്വാദ്. അപ്പോൾ നമ്മൾ ചോറിൽ നല്ലോണം ഉപ്പിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ തൈരിൽ വേറെ ഉപ്പിടേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിക്കോളൂ. അതോ ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ തൈര് ശാദം ഏകദേശം തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. ഇതിൽ കുറച്ചുകൂടി എരിവ് വേണമെങ്കിൽ നമ്മൾ വറുത്തിടുന്ന സമയത്ത് ഒരു പച്ചമുളക് കീറിയിട്ട് ആ വറവിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതേപോലെ ഇരിക്കണം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ കേട്ടോ. ഞാൻ ഇവിടെ തൈര് ശാദം ഒരു പ്ലേറ്റിലേക്ക് വിളമ്പാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് പപ്പടം വറുത്തത് അല്ലെങ്കിൽ കടുമാങ്ങ, നാരങ്ങയുടെ അച്ചാർ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വെറുതെ കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കില്ലേ അത്, അല്ലെങ്കിൽ മാങ്ങ പുളി നമ്മൾ ഉപ്പും മുളകും ഒക്കെ ഇട്ട് വെറുതെ സിമ്പിളായിട്ട് അച്ചാർ ഉണ്ടാക്കില്ലേ അതായാലും മതി കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് കൂട്ടാനൊന്നും വേണമെന്നില്ല. കുറച്ച് ഉപ്പേരി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ ഇത്തിരി കടുമാങ്ങയുടെ കൂടെയാണ് കഴിച്ചത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് തൈര് ശാദം ഉണ്ടാക്കുകയാണെങ്കിലേ വറുത്തിടുമ്പോൾ വറ്റൽമുളക് മാറ്റിക്കോളൂ കേട്ടോ. അപ്പോൾ അവർക്ക് തീരെ എരിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ കൊച്ചു കുട്ടികൾക്കും കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ എല്ലാവരും ഷെയർ ചെയ്യണം, കമൻറ്റ്സ് എഴുതണം, അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്